ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു അപ്ഡേഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഇപ്പോൾ ലൈവിനകത്ത് ആര്യനും ജിസയിലും അനുമോളും തമ്മിലുള്ള വലിയൊരു ഇഷ്യൂ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രമോലെല്ലാം കണ്ട പോലെ തന്നെ വലിയൊരു ഇഷ്യൂ ആയിരുന്നു. ഈ സീസൺ മൊത്തം കത്തി ജ്വലിച്ച് നിൽക്കാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ കഴിഞ്ഞത്. നമുക്ക് ഇതിനെ ഒരു രണ്ട് രീതിയിൽ ഒന്ന് കണ്ടുനോക്കാം. ഒന്ന്, ഈ ബിഗ് ബോസ് സീസൺ 7 കാണുന്ന പ്രേക്ഷകർ ഭൂരിഭാഗവും ഈ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒരു നാരോ മൈൻഡഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ല. വലിയ ബിസിനസ് ക്ലാസ്സുകാരും അപ്പർ ക്ലാസ്സിലുള്ളവരൊക്കെ ബിഗ് ബോസ് എത്രത്തോളം കാണുന്നു എന്ന് വെച്ചാൽ ഞാൻ പറയും വളരെ കുറച്ച് കാണുന്നുള്ളൂ. സാധാരണ ജനങ്ങൾ നോർമലി ജോലിക്കെല്ലാം പോയി കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് ടി വി വെച്ച് കാണുന്ന ആൾക്കാരാണ് ബിഗ് ബോസിൻ്റെ ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർ അല്ലേ. ഇവർ ഇതിങ്ങനെ കാണുകയാണ്, ലൈവ് കാണുകയാണ്. അപ്പോൾ ഒരു പെണ്ണൂർ ചെക്കനോട് നൈറ്റ് കിടക്കുന്നു. വേറൊരു കണ്ടസ്റ്റൻറ്റ് വന്നിട്ട് കിറ്റ് ചോദിക്കുമ്പോൾ ഇവർ പുതപ്പ് പെട്ടെന്ന് വലിച്ചൂരി ഇവർ പെട്ടെന്ന് പാനിക്കായിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു സിറ്റുവേഷനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ടുള്ള സിറ്റുവേഷൻ. ഇത് കാണുന്ന ഒരു സാധാരണ ജനം ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താ നൈറ്റ്, അതായത് 1 മണിക്ക് ശേഷം 2:30 അടുത്തിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു സാധാരണ ഒരു ജനത്തിൻ്റെ കണ്ണിനകത്ത് ഇതെങ്ങനെ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തിപ്പോൾ നടക്കണേ, ഇതിങ്ങനെ ചെയ്യണത് ശരിയാണോ, ഇത് പ്രേക്ഷകർ കാണുന്ന സാധനമല്ലേ, ഇത് കുടുംബമായിട്ട് നിന്ന് കാണുന്ന സാധനമല്ലേ. ഇതാണ് സാധാരണ ഒരാളുടെ ഉള്ളിൽ തന്നെ. ഇതാണ് അനുമോളുടെ ഉള്ളിലും വന്നത്. അനുമോൾ കിറ്റ് പോയി നോക്കാൻ നേരത്ത് ഇത് കണ്ടു. ഇവർ കിസ് ചെയ്യുന്നതൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ രണ്ടുപേര് വളരെ ക്ലോസ് ആയിട്ട് അടുത്ത് നിന്നിട്ട് ഇത് തുറക്കുമ്പോൾ അവരുടെ ആ ഒരു പെരുമാറ്റം കണ്ടപ്പോൾ ആൾക്ക് ചെറുതായിട്ട് ഒരു സംഭവം തോന്നി. ഇത് വല്ലയിടത്തും പോയി പറയുകയൊന്നും ചെയ്തില്ല, ഇത് മനസ്സിലങ്ങ് വെച്ചേച്ചു. പക്ഷെ ഇത് വൈൽഡ് കാർഡ് വന്നപ്പോൾ ഈ സാധനം ഔട്ട് പോയി എന്നുള്ള കാര്യം മനസ്സിലായി. ഔട്ട് പോയി എന്നുള്ള കാര്യം മനസ്സിലായപ്പോഴാണ് അനുമോൾക്ക് ഇത് പറയാൻ പറ്റും എന്നുള്ളൊരു കാര്യം കോൺഫിഡൻസ് വന്നിട്ടുള്ളത്. അത് എനിക്കിന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സാധാരണ പ്രേക്ഷകർ ഇത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു 98% പേരും ഇതിനെ മറ്റൊരർത്ഥത്തിൽ തന്നെയാണ് കാണുക. ഇവരെന്തിനിങ്ങനെ ചെയ്യുന്നത്, ഇത് ഫാമിലി കാണുന്ന ഷോ അല്ലേ എന്നാണ് പറയുക. എൻ്റെ അനിയത്തിയുടെ മക്കൾ വരെ ഈ ഷോ കണ്ടപ്പോൾ ഇതെന്തിങ്ങനെ എന്ന് ചോദിച്ചായിരുന്നു. അവർ ഒരാൾ 6ലും ഒരാൾ എന്താ പറയുക 4ലും പഠിക്കാം. നമുക്ക് വേണമെങ്കിൽ പറയാം വളർന്നു വരുന്ന സമൂഹമാണ്, അല്ലെങ്കിൽ വളർന്നു വരുന്ന പിള്ളേരല്ലേ, കുറച്ചും കൂടി ഓപ്പൺ മൈൻഡഡ് ആക്കണ്ടേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. നമ്മളെന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ ഇതാണ് 98% ആൾക്കാരുടെ ഉള്ളിൽ വരുന്ന കാര്യം. ഇനി അതർവൈസ് മറ്റ് സൈഡും കൂടി നമുക്ക് നോക്കണ്ടേ. ശരിയാണ്, ഒരാണും പെണ്ണും ഒരു ബെഡിനകത്ത് ഒരുമിച്ച് കിടന്നു എന്നോർത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് കിസ് ചെയ്തു എന്നോർത്ത് പ്രായപൂർത്തിയായിട്ടുള്ളവരാണെങ്കിൽ അവർ ഏതറ്റം വരെയും പോയാലും മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാനുള്ള ഓരോ റൈറ്റ്സും ഇല്ല. സത്യമാണ്, വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളിത് ചെയ്തു എന്ന് വെച്ചാൽ നിനക്കെന്താണെന്ന് ചോദിച്ചാൽ ഒരാൾക്കവിടെ തിരിച്ചൊരു മണ്ണാങ്കട്ടം ചോദിക്കാനുള്ള അവകാശമില്ല. അതും ശരിയാണ്. കാരണം ഇവിടെ നമുക്കറിയാം ഇന്ത്യൻ അത് ആദ്യത്തെ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള അതിലെ 100 ഉള്ളൊരു സീസണാണിത്. നമുക്കതിന് ആ രീതിയിലും എടുക്കാം. ഇവിടെ നമുക്ക് 2 പേരെയും തെറ്റു പറയാൻ പറ്റുമോ? 2 പേര് എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂടെ ബെഡ് ഷെയർ ചെയ്യുന്നു എന്നുള്ളതിനകത്ത് ഉറച്ചു നിൽക്കുന്ന ജിസയിലും ആര്യനും. അതേസമയത്ത് ഒരു സിറ്റുവേഷനകത്ത് ഇങ്ങനൊരു സംഭവത്തിലോട്ട് വന്നു പെടുന്ന അനുമോൾ, അവളുടെ ഉള്ളിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതിനകത്ത് എവിടെയാണ് നമുക്ക് തെറ്റ് പറയാൻ പറ്റുന്നത്? പല ആൾക്കാരും പറയുന്നത് കേട്ടു, അനുമോൾ ചീപ്പ് ഗെയിം കളിച്ചു, ഡേർട്ടി ഗെയിം കളിച്ചു, മറ്റേത് കളിച്ചു, മറിച്ചത് കളിച്ചു എന്നൊക്കെ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഇന്ന് പല കണ്ടസ്റ്റൻസും പറയുന്നൊരു കാര്യമുണ്ട്, ജിസേലിനും ആര്യനും ഫാമിലി ഇല്ലേ, അവർക്ക് പുറത്തൊരു ലൈഫില്ലേ. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ബിഗ് ബോസിനോട് വെല്ലുവിളിക്കുകയാണ്. കാരണം അനുമോൾക്കെതിരെ ഈ ആര്യനും അക്ബറും അപ്പാനെയൊക്കെ ഇരുന്ന് പറയുന്ന വീഡിയോസ് ലൈവിലും എപ്പിസോഡിലും പ്ലേ ചെയ്തിട്ട് ഒരാക്ഷൻ പോലും ലാലേട്ടൻ്റെ എപ്പിസോഡിനകത്ത് എടുത്തിട്ടില്ല. വൈ? എന്തുകൊണ്ട് എടുക്കാതെ? ഇവർക്ക് പുറത്ത് ലൈഫില്ലേ? അനു എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് പുറത്ത് ലൈഫില്ലേ? ഇന്ന് ആര്യൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അനു അവനെ ട്യൂൺ ചെയ്യാൻ വേണ്ടി നോക്കി, കാലയിലിട്ട് ഉരച്ചുരച്ച് ട്യൂൺ ചെയ്യാൻ വേണ്ടി നോക്കി എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അവിടെയാണ് ജിഷൻ കയറി കൊളുത്തി അത് ചോദ്യം ചെയ്ത് ഇതിലോട്ട് എത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആര്യനും ജിസേലിനും മാത്രമാണോ ഫാമിലിയും അല്ലെങ്കിൽ ജീവിതവും ഉള്ളത്? ഈ അനുമോൾക്ക് തന്നെ ആൾക്കിതൊന്നും ഇല്ലേ? പല റിവ്യൂസും പറയുന്നുണ്ട് അനുമോൾ എന്തിനും ഇത് നെഗറ്റീവാണ്, ഭയങ്കര ഇതാണെന്ന്. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന അനുമോളുടെ കാര്യം പുറത്ത് എന്ന് പറയുന്നത്, അനുമോളുടെ പുറത്ത് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അകത്ത് ചീപ്പ് ഗെയിം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇതിനെ എന്തുകൊണ്ട് ഏഷ്യാനെറ്റും ലാലേട്ടനും വീക്കെൻഡ് എപ്പിസോഡിൽ ചോദ്യം ചെയ്തിട്ടില്ല?
ഇതിനെതിരെ ഒരാക്ഷൻ പോലും 4ാമത്തെ വീക്കെൻഡായിട്ട് പോലും ഒരാക്ഷനും എടുത്തിട്ടില്ല. എന്തൊക്കെ പറയുന്നുണ്ട്. എത്ര ബുള്ളി ചെയ്തിട്ടാണ് ഒരാൾ അയാളുടെ പീക്കിലെത്തിയിട്ട് തിരിച്ച് പ്രതികരിക്കുന്നത്. ആ പ്രതികരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്തിട്ടുള്ള വീക്കെൻഡ് എപ്പിസോഡല്ലാണ്ട് വേറെ എന്ത് വീക്കെൻഡ് എപ്പിസോഡാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്? ഒരെണ്ണം പോലും അനു എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിന് നേരെ നല്ലതായിട്ട് കാണിച്ചിട്ടുണ്ടോ? അവിടെ എപ്പോഴും അനുവിനെ വിക്ടിം കാർഡായിട്ട് ഏഷ്യാനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഡേ 1 തുടങ്ങി ഇത്രയും ദിവസത്തെ എപ്പിസോഡിനകത്ത് ഓരോ ഭാഗത്തും അനുവിനെതിരെ വരുന്ന ഒരു സാധനത്തിനും ഒരു അലിഗേഷൻസിനും ഒരു നടപടിയും ഏഷ്യാനെറ്റ് എടുത്തിട്ടില്ല. ആർക്കെതിരെയും. ജിസൈലിൻ്റെ ഇഷ്യൂവിൽ പോലും നമുക്കറിയാം റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണ്. റൂൾസ് ബ്രേക്ക് ചെയ്തത് കണ്ടുപിടിച്ച ആളെ കുറ്റം പറയുമ്പോൾ റൂൾസ് ബ്രേക്ക് ചെയ്ത ആൾക്ക് ചിരിച്ച് തലോടി അയ്യോടാ ചക്രമുത്ത് എന്ന് പറഞ്ഞ് പോകുന്ന എപ്പിസോഡ്സ് കണ്ടിട്ടാണ് നമ്മളിവിടെ പ്രേക്ഷകരിരിക്കുന്നത്. സീരിയസ്ലി ഞാൻ പറയുകയാണ്, ഞാൻ അനുവിൻ്റെ PR അല്ലെങ്കിൽ അനുവിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് റിവ്യൂ ചെയ്യുന്ന ആളല്ല. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ആകെ നിസ്സാര മാസങ്ങളായിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഈ കണ്ടതും പറയുന്നതും എല്ലാം ഇതിനകത്ത് നമുക്ക് തോന്നുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഞാനെന്ന പ്രേക്ഷകന് ബിഗ് ബോസ് കാണുമ്പോൾ തോന്നുന്ന എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ കമൻറ്റിലൂടെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചാനലിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയുമോ? നമുക്ക് പിൻ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അനുവിനെതിരെ. പക്ഷെ അതൊന്നും ഒരു ലാലേട്ടൻ്റെ എപ്പിസോഡിനകത്ത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. ഇതുറപ്പായിട്ടും അനു അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ലെങ്കിൽ തെറ്റല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഈ ജിസേലിനും ആര്യനും മാത്രം കുടുംബമുണ്ട്, അനുവിന് കുടുംബമില്ല എന്ന് പറഞ്ഞിട്ട് കുറേ റിവ്യൂസൊക്കെ പറയുന്ന കാര്യത്തിനോട് ഒട്ടും യോജിപ്പില്ല. കാരണം ജെന്യുവനായിട്ട് റിവ്യൂ ഇട്, രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ട് റിവ്യൂ ഇട്. ഒരാളൊരു കാര്യം കണ്ടു എന്ന് പറയുന്നത് അതെന്താ തെറ്റുള്ളത്? ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് റോങ് ആയിട്ട് തോന്നി എന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? അവർക്ക് തിരിച്ചു പറയും ഞാനിത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം നടന്നത്, നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല അവിടെ ഉള്ളൂ. അപ്പോൾ അത് എന്തായാലും ചിലപ്പോൾ അനുവിനെതിരെ പണിഷ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അനു കഴിഞ്ഞിട്ട് സ്വീകരിക്കട്ടെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോഴും പറയുകയാണ്, വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ആ ആഴ്ച നടക്കുന്ന സംഭവങ്ങളുടെ ഒരു രക്തച്ചുരുക്കമായിരിക്കണം. അതിനകത്ത് ഉണ്ടാവേണ്ടത് അതിനകത്ത് തെറ്റ് ചെയ്തവരുടെ റോങ്ങായിട്ട് പോകുന്നവരുടെ ഒക്കെ ഒരു ബ്രീഫ് ഒരു സാധനം അതിനകത്ത് ഉണ്ടാവണം. അല്ലാണ്ട് എപ്പിസോഡ് മൊത്തം കണ്ടിട്ട് ആളെ പൊട്ടന്മാരാക്കുന്ന വീക്കെൻഡ് എപ്പിസോഡ് ദൈവത്തെ ഓർത്ത് ചെയ്യാതിരിക്കാൻ ജെന്യുവിനിറ്റി ചോദ്യം ചെയ്യപ്പെടും. കാരണം 24 hours ലൈവും അതുപോലെ തന്നെ നിങ്ങളുടെ ഏഷ്യാനെറ്റിൻ്റെ എപ്പിസോഡും BB+ ഒക്കെ കാണുന്ന ഓരോ പ്രേക്ഷകരും നിങ്ങൾ ചെയ്യുന്ന വലിയൊരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. ഞാനിപ്പോഴും പറയണം, അനു ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല, അല്ലെങ്കിൽ അനു ചെയ്തതിനെ വലിയ സംഭവമായിട്ട് കാണുകയല്ല പറയാം. എന്നാൽ ജിസയിലും ആര്യനും ചെയ്തത് തെറ്റാണെന്നും അല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ചാനലൊന്ന് ഉയർത്തട്ടെ. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ഞാനിത് വീണ്ടും പറയുകയാണ്, ഞാനിതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് തന്നെയാണ് ചെയ്തത്. കാരണം ഒരാൾക്ക് മാത്രം ലൈഫില്ലാണ്ട് ബാക്കി 20 കണ്ടസ്റ്റൻസിനും ലൈഫുള്ള ആളുകളല്ല, ആ 21 ആൾക്കാർക്കും ലൈഫുണ്ട്. അനു ഉൾപ്പെടുന്ന 21 ആൾക്കാർക്കും ലൈഫുണ്ട്. അനുവിന് പറ്റിയാലും ബാക്കി ആർക്ക് പറ്റിയാലും സെയിം സാധനം തന്നെയാണ്. അത് എല്ലാവരുടെയും മനസ്സിനകത്തുണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ് മീ.